അല്ല നീ ഇതെങ്ങോട്ടാ പോന്നെ? അതൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് പോവാ കൊച്ചിയില്. ഇന്റർവ്യൂ? എന്ത് ഇന്റർവ്യൂ? അതമ്മേ പോലീസ് ഡിപ്പാർട്ട്മെന്റാ, SI സെലക്ഷൻ ഉള്ളതാ. എന്നിട്ട് ആപ്ലിക്കേഷൻ അയക്കുമ്പോ എന്തേ കാര്യം പറയാതിരുന്നേ? അത് പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ ഞാൻ ജോലിക്ക് പോകുന്നത്, അതുകൊണ്ടാ പറയാത്ത. ഒറ്റയ്ക്കാണോ പോന്നെ? അല്ല, എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. എപ്പോഴാ പോന്നെ? ഇപ്പൊ തന്നെ, ഇപ്പൊ ഇറങ്ങാനാ വിചാരിക്കുന്നത്. ശരിയെന്നാ. ഫോൺ എടുക്കുന്നില്ല. അമ്മ വിളിക്കുന്നുണ്ട്. എടുക്കടാ. ഏയ് വേണ്ട, അമ്മ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം. കോളാണല്ലോ ആതിര. എന്താ ആതിര? എന്താ, എന്തിനാ നീ കരയുന്ന? കാര്യം പറ. അങ്കിളെ, ഇവിടെ ദുർഗാന്റി ആത്മഹത്യ ചെയ്യാനായിട്ട് ദേഹത്ത് മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് നിൽക്കുവാ. അയ്യോ, എന്തേ? അങ്കിളെ, ഒന്ന് വേഗം വാ അങ്കിളെ. വണ്ടി ഒന്ന് നിർത്തി. ഞാനിതാ വരുന്നു. നീ അതിനു മുമ്പേ ദുർഗ എടുത്ത് ഫോൺ കൊടുത്തേ. ആന്റി, ആന്റി, ആന്റി വാതില് തുറക്ക്. ആന്റി, ആന്റി ദാ പ്രസാദ് അങ്കിള് വിളിക്കുന്ന ആന്റി. അത് തള്ളി തുറക്കാതിരാ ദുർഗ. ചവിട്ടി പൊളിക്കാ വാതില്. ആന്റി തുറക്ക്. ദുർഗ, എടോ, അയ്യോ മാറും. എനിക്കൊന്നും കേൾക്കണ്ട, വിടും. എനിക്ക് മരിക്കണം. എനിക്ക് ആരും പറയുന്നൊന്നും കേൾക്കണ്ട. ഞാൻ മരിക്കുമെന്ന് പറഞ്ഞാൽ മരിക്കും. വേണ്ട ആന്റി, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ആന്റി ദുർഗ, ദുർഗ, എനിക്കൊന്നും കേൾക്കണ്ട. വിട്. പ്രസാദ് വിടാനാ പറഞ്ഞത്. എന്നെ വിടാൻ. എനിക്കൊന്നും കേൾക്കണ്ട, നീ വിട്. ദുർഗ, എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞാൽ മരിക്കണം. ആന്റി വിളിക്കാൻ.
അല്ലെങ്കിൽ നാലാളറിഞ്ഞ് കല്യാണം കഴിച്ച് നമ്മുടെ മക്കൾക്ക് ഒളിച്ചും പാത്തുമൊക്കെ ഹണിമൂണിന് പോകേണ്ട ഗതികേട് വരുമോ? ദുർഗേച്ചിയുടെ അനുഭവത്തോടെ തന്നെയല്ലേ ആദിത്യൻ തുളസിയുടെ കഴുത്തിൽ താലി കിട്ടിയത്. അപ്പോ ആ കല്യാണം നടത്തിയെന്തിനാ? തുളസിയോടുള്ള പക തീർക്കാനോ? ദുർഗേച്ചി അങ്ങനെ ഒരു സ്വഭാവക്കാരിയായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? തന്റെ പ്രവൃത്തികൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമെന്ന് തിരിച്ചറിയുമ്പോഴെങ്കിലും മനുഷ്യർ അവരുടെ സ്വഭാവത്തില് ഒരു മാറ്റം വരുത്തേണ്ടതാണ്. തെറ്റുപറ്റുന്നത് ഒരു തെറ്റൊന്നുമല്ല, തെറ്റിൽ നിന്ന് പഠിക്കാത്തതാ തെറ്റ്. ദുർഗേച്ചി ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാവണം. തിരുത്തിയില്ലെങ്കിൽ മക്കൾ ഇതുപോലെ അമ്മയെ അറിയിക്കാതെ അവരുടെ ജീവിതം നയിക്കും. ഒരു പരിധി കഴിഞ്ഞാൽ മക്കള് അച്ഛനമ്മമാരിൽ നിന്ന് അകന്നുപോകും. അപ്പോഴേ ദുർഗേച്ചി പഠിക്കൂ. അല്ല ജയേട്ട, ആദ്യമോനും തുളസിമോളിപ്പോ എവിടെ എത്തിക്കാണും? വധൂവരന്മാർക്ക് ആദ്യമായിട്ട് കിട്ടിയ അവസരമല്ലേ, അവർക്ക് അവകാശപ്പെട്ട ആകാശത്തിലേക്ക് പറക്കുകയായിരിക്കും. ഈ മൂന്നാറൊക്കെ ഇപ്പൊ നല്ല തണുപ്പായിരിക്കും അല്ലേ? തണുക്കട്ടടോ, കുറെ ചൂട് സഹിച്ചല്ലേ, തണുക്കട്ടെ. അത് അവരുടെ ലോകം, അവര് സന്തോഷിക്കട്ടെ. അതി, നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്ത്. ശരി സർ, തിരിച്ചു പോ. ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. മൂന്നാറിലെ തണുപ്പ്, അവിടുത്തെ നീലക്കുറഞ്ഞ ഫ്ലവേഴ്സ് ഒക്കെ വേസ്റ്റായി. അതെ, ഞാൻ ടൗണിൽ വെച്ച് അവരെ കണ്ടില്ലായിരുന്നെങ്കിലേ അവരിപ്പോ മൂന്നാറിലോ മറ്റോ എത്തിയേനെ. പെറ്റ തള്ളയെ പറ്റിച്ച് എന്ത് ചെയ്താലും അതൊക്കെ ദൈവം ഇടപെട്ട് പൊളിക്കും. ആദ്യേട്ടനെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ആളാ ദുർഗാന്റി. ആ ദുർഗാന്റിയെ ആദ്യേട്ടൻ ചതിക്കല്ലേ ചെയ്തേ? അത് അവള് പ്രേരിപ്പിച്ചു കൊണ്ടുപോയതാ, അല്ലാതെ എന്റെ മോൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. അവനെ ഞാൻ നല്ലത് മാത്രം പഠിപ്പിച്ച വളർത്തിയത്. അത് നേരാ, ഒന്ന് കാണായിരുന്നു. വിറപ്പിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ആ തന്ത്രം ആവിഷ്കരിച്ചത്. ആത്മഹത്യാ ഭീഷണി. അത് ചെയ്തില്ലായിരുന്നെങ്കിലേ അവൾ അവനെയും കൊണ്ട് പോയേനെ. എന്റെ മോനെ എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടേനെ. എനിക്ക് എന്റേതായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം നിറവേറാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഏതറ്റം വരെയും പോകും. ഇപ്പൊ എന്റെ മുഖ്യ ശത്രു തുളസിയാണ്. എന്റെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന ശത്രു. അവളെ ദുർഗമ്മേ, ആരെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കുവോ? നീ മിണ്ടരുത്. ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും നിന്നെപ്പോലുള്ളവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. അതിന്റെ നാശം ഈ നാട്ടിൽ കാണുന്നുണ്ട്. ഞാൻ എന്തായാലും എന്റെ കുടുംബം തകരാൻ അനുവദിക്കില്ല. ഈ വീട്ടിൽ കയറരുതെന്നല്ലേ പൂജാരി പറഞ്ഞിട്ടുള്ളൂ. വേറെ എവിടെയെങ്കിലും ഞങ്ങൾ പോകുന്നതിന് എന്താ കുഴപ്പം? ആർക്കുത്തരം പറയുന്നൂടാ. ദുർഗമ്മേ, വേണ്ട. എന്റെ മകനെ തല്ലരുതെന്ന് പറയാൻ നീ ആരാടി? നിനക്ക് എന്താ അവകാശം ഉള്ളത്? എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയുടെ അവകാശം എന്റെ ഭർത്താവാണെന്നുള്ള അവകാശം
ഒരു ഭർത്താവ് താലി കെട്ടിയതുകൊണ്ട് മാത്രം ഭർത്താവ് ആവില്ലടി. അതങ്ങ് പൊട്ടിച്ചു കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കഴുത്തിന്ന് പറിച്ചെടുക്കേണ്ടതാ ഈ താലി. അതിപ്പോ തന്നെ ആകുന്നതില് എനിക്ക് സന്തോഷമേ. അമ്മ എന്താ കാണിക്കുന്നേ? വിടറാ. അമ്മയ്ക്ക് എന്താ ഭ്രാന്ത്? അമ്മ നീ ഇവളും കൂടി എങ്ങോട്ടോ ഒളിച്ചോടിയെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയതാ. നിന്റെ അച്ഛന്റെ ഒരു വാക്കിലാ ഞാനത് ചെയ്യാതിരുന്നത്. ആന്റിയെ അനുസരിക്കാതെ തുളസിയോടൊപ്പം ആദ്യേട്ടൻ പോയി. ദേഷ്യസങ്കടം സഹിക്കാൻ വയ്യാതെ ദുർഗാന്റെ ദേഹം മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ചു. തീ കത്തിച്ച് സ്വയം വെന്ത് മരിക്കാൻ വേണ്ടി ദുർഗാന്റെ തീപ്പെട്ടി കയ്യിലെടുത്തതാ. ആ സമയത്താ ഞാൻ കണ്ടത്. ആ സമയത്ത് ഞാനത് കണ്ടില്ലായിരുന്നെങ്കിൽ എന്താ ഉണ്ടാവാ? ദുർഗാന്റെ കത്തിക്കരിഞ്ഞങ്ങ് മരിക്കും. കാരണക്കാരൻ ആദ്യേട്ടനായതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ആദ്യേട്ടൻ കരയേണ്ടി വന്നേനെ. മതിയടി വിവരിച്ചത്. നിന്നെ ആദ്യേട്ടൻ എന്നെ തല്ലിയാലേ ഞാനത് സന്തോഷത്തോടെ നിന്ന് കൊള്ളും. ഭാവി ഭാര്യയെ ഭർത്താവിന് തല്ലിക്കൂടെ? എടാ, ഒരു ഭാവി ഭാര്യ വന്നിരിക്കുന്നു. എനിക്ക് നിലവിലൊരു ഭാര്യയുണ്ട്, എന്റെ തുളസി. രണ്ടാമത് കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ തുളസിയെ കുറിച്ച് ആദ്യേട്ടൻ ഇനി ചിന്തിക്ക് പോലും വേണ്ട. ദുർഗാന്റി അതൊന്നും സമ്മതിക്കില്ല. ദുർഗാന്റിയെ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ആദ്യേട്ടന്റെ ഭാര്യ എന്നായാലും ഈ ഞാൻ തന്നെ. മംഗളെ, നീ വഴക്കുണ്ടാക്കാനൊന്നും അല്ല ഞാൻ ചോദിച്ചത്. ഇതെന്റെ തീരുമാനമാ. എന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ശരി, ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, നീ ഒന്നും പറഞ്ഞിട്ടുമില്ല. ആ ആതിര മോളാണല്ലോ. മോളെ, മാമൂസേ, ഇതെന്ത് പണിയായി കാണിച്ചേ? എന്താ ഇങ്ങോട്ടൊന്നും വരാത്തെ? വരാം മോളെ, മാമൂസ് വരാം. ഇവിടെ ഇത്തിരി തിരക്കായിപ്പോയി. ഞാൻ മാമൂസിനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? അല്ല, അവിടെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ വലിയ തമാശയാ. ആ ആണോ? അല്ല, കേക്കട്ടെ. ആ കാട്ടു തുളസിയില്ലേ, അവൾ ആദ്യേട്ടനെയും കൂട്ടി മൂന്നാറിലേക്ക് പോവാൻ ഒരു ശ്രമം നടത്തി. സത്യമാണോ? എന്നിട്ട് എന്നിട്ട് ദുർഗാന്റി വിടുവോ? ദുർഗാന്റി അങ്ങനെയാണെങ്കിലേ ഞാൻ ഇപ്പൊ ഈ നിമിഷം ഞാൻ അവിടെ വരും. എനിക്കും ഈ സന്തോഷത്തിൽ പങ്കുചേരണം. നീ ഫോൺ വെക്കടി. ആ ശരി മാമൂസേ, വേഗം വാ. മോഹിപ്പിച്ചിട്ട് പിൻവലിക്കുന്ന ചതി, അതൊരു പ്രതികാരം തന്നെയാ. അവളെ ഏതൊക്കെ വിധത്തില് വേദനിപ്പിച്ചാലും എനിക്ക് മതിയാവില്ല പച്ചി. ആ അപ്പച്ചി, പായസം റെഡി. ആ എന്നാ ഒഴിക്കേ. തകർന്ന ഹണിമൂൺ ട്രിപ്പിനെ ഓർത്ത് അവളിപ്പ വാവിട്ട് കരയുന്നുണ്ടാവും. ആ സന്തോഷത്തിൽ എനിക്ക് ഈ പായസം കുടിക്കണം. പൊരിക്കോ. അല്ല, ഇതാർക്കാ എടുക്കുന്നേ? പ്രസാദേട്ടന്. ഹാ, കൊണ്ടുകൊടുക്ക. മകന്റെയും മരുമകളുടെയും മധുവിധു മുടങ്ങിയതിന്റെ ദുഃഖത്തിൽ മനം നൊന്ത് നിൽക്കുകയായിരിക്കും. പായസം കുടിച്ച് തൽക്കാലം ഒന്ന് ആശ്വസിക്കട്ടെ. അതെ, ആരായാലും നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥലത്ത് തന്നെ നിർത്തണം. അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി നിന്റെ തലയിൽ കയറി ഭരിക്കും. മറക്കരുത് ഇക്കാര്യം.
ഒരു പായസം. മക്കളെ സ്നേഹിക്കുന്ന ഏതൊരച്ഛനും ഇത് കുടിക്കണമല്ലോ. കുടിച്ചല്ലേ പറ്റൂ. മനസ്സിലാവുന്നുണ്ട് എനിക്ക് പ്രസാദേട്ടന്റെ ഈ ഒളിയമ്പുകളൊക്കെ. എന്നെ ധിക്കരിച്ച് ആഘോഷത്തിന് പോയവരൊക്കെ. മതി, നിർത്ത. അതെ, കഴിഞ്ഞതൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിൽക്കണ്ട. കഴിഞ്ഞു. ശരീരം മുഴുവൻ വെള്ളവും തെളിച്ച് മണ്ണെണ്ണയിലാകെ മുങ്ങി നിൽക്കുകയാണ് താനെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നു കരുതിയോളൂ. ഞാനൊരു പോലീസ് ഓഫീസറാ. ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ കഴിവ് തെളിയിച്ച ആളാ. പിന്നെ കള്ളത്തരം ചെയ്താലേ ഒറ്റ നോട്ടത്തിൽ എനിക്കത് കണ്ടുപിടിക്കാനും അറിയാം. അല്ലാതെ താൻ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യൂന്നുള്ള പേടി കൊണ്ടൊന്നും അല്ല. പിന്നെ തന്റെ ദുർവാശയുടെ മുമ്പിൽ ഞാൻ പലപ്പോഴും ബലഹീനനായി പോകുന്നതേ തന്നെ ഞാൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ആ തെറ്റിപ്പോഴും ഞാൻ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ എന്നെ സ്നേഹിക്കുന്നത് തെറ്റാണെന്നാണോ പ്രസാദേട്ടൻ പറയുന്നത്? എടോ, ഈ മരമറിഞ്ഞ കൊടിയിടാവൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ചിലരോടുള്ള സ്നേഹമേ മനസ്സിലെ ഉണ്ടാവാവൂ, അത് പ്രകടിപ്പിക്കരുതെന്നർത്ഥം. അപ്പോ മകന്റെ മുമ്പിൽ മാന്യനായിട്ട് നിന്നുകൊണ്ട് എന്നെ അവന്റെ ശത്രുവാക്കുന്നത് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാ അല്ലേ? ദുർഗ, നമ്മള് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള പ്രശ്നമേ സൂക്ഷിച്ച് സംസാരിക്കണം. കഷായവും മരുന്ന് കഞ്ഞിയൊക്കെ കഴിക്കാൻ എനിക്ക് വാദവും പിത്തമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ചെറുപ്പം. 100% ആ കാര്യത്തിൽ ശരിയാ. നാവിന്റെ കാര്യത്തിൽ നല്ല ചെറുപ്പം തന്നെ. പരദൂഷണം പറയാനും പടപിടിപ്പിക്കാനും ആ നാവിന് എന്തൊരു മിടുക്ക അല്ലേ? ഈ വീട്ടിൽ ഞാനും ദുർഗയും തമ്മിലുണ്ടാവുന്ന എല്ലാ യുദ്ധങ്ങൾക്കും ശംഖൂതുന്നതേ അപ്പച്ചിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. ദുർഗേ, പ്രസാദേട്ടാ, അപ്പച്ചി അപമാനിക്കുന്ന എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എടോ, തന്നെ ഞാൻ എങ്ങനെ അപമാനിക്കുന്നത്? ഇത് എന്റെ അപ്പച്ചിയല്ലേ? എന്റെ അപ്പച്ചി, എന്റെ മാത്രം അപ്പച്ചി. എന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ തലയില് ഇടുത്തി വീഴാൻ നേരത്ത് മാത്രം ഉണ്ടായ പൊന്നും കൊടുത്ത അപ്പച്ചി. പ്രസാദേ, നീ അതിര് വിടുന്നു. എന്റെ അതിരിനകത്തേക്ക് ആവശ്യമില്ലാതെ കയറി വരാതിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ അതിര് വിട്ട് പറഞ്ഞു പോകുന്നതാണ് അപ്പച്ചി. ദുർഗേ, നിനക്കറിയോ, നിന്റെ ഭർത്താവേ ഇപ്പൊ പോയവനുണ്ടല്ലോ, കുട്ടിക്കാലത്ത് നോക്കി വളർത്തിയത് ഞാനാ. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ ഞാൻ ഇവന് വേണ്ടി? എന്നും ഇവൻ അസുഖമായിരുന്നു. ചൊറി, ചെരങ്ങ്, കരച്ചില് എന്ന് വേണ്ട, ഒന്നും പറയണ്ട. ഞാഞ്ഞൂല് പോലത്തെ ഒരു സാധനം. നിന്റെ അമ്മായിയമ്മയ്ക്കാണെങ്കിൽ ഇവനെ കണ്ടുകൂടായിരുന്നു. ഞാനാ, ഈ അപ്പച്ചിയാ അവനെ വളർത്തിയെടുത്തത്. എന്നും എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലായിരുന്നു. ഇപ്പൊ അവൻ വലിയ പോലീസ് ഓഫീസർ ആയപ്പോ അവൻ എന്റെ മെക്കെട്ട് കയറാൻ വന്നിരിക്കുന്നു. ഞാൻ ഈ വീട്ടിൽ കയറുന്നതേ അവന് നാശമാണെന്ന് വച്ചിട്ടുണ്ട്. അപ്പച്ചി അതങ്ങ് മനസ്സിൽ നിന്ന് വിട്. രക്തബന്ധം കൊണ്ടല്ല ഒരാളുടെ സ്നേഹം അളക്കേണ്ടത്, മനുഷ്യബന്ധം കൊണ്ടാ. അപ്പച്ചി എന്റെയാ, പ്രസാദേട്ടന്റേതല്ല. അങ്ങനെ അങ്ങ് കരുത്. അതെ, നിന്നെ ഒരാളെ കരുതിയാ ഞാൻ ഇന്ന് അടങ്ങിയത്. അല്ലെങ്കിൽ പഴയ ചരിത്രം മുഴുവൻ ഞാൻ അവന്റെ മുമ്പിൽ വിളിച്ചങ്ങ് പറയും. അല്ല, അവന്റെ തൊലി ഉരിക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അതൊക്കെ പോട്ടെ. പറയാറില്ല. ഓ, അയ്യോ,
അമ്മേ. ഏ, ഏ, ദുർഗേ, ഞാൻ ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തതല്ലേ ഉള്ളൂ. എന്തോ അവൻ പറ്റി? കള്ളത്തരം പറയാണെന്ന് നീ കണ്ടോ? അവന്റെ മുഖത്ത് കുങ്കുമം ഇരിക്കുന്ന കണ്ടോ? കുങ്കുമോ? ഓ അതേന്ന്, അവന്റെ മുഖത്ത് കുങ്കുമം പറ്റിയിരിപ്പുണ്ട്. ഉറപ്പ്. പാതാളത്തിൽ ആണി പോയാലും അതും കണ്ടെത്തുന്നവളാ ഈ മംഗള. എന്നോട് അവന്റെ കളി. ആ എന്താ ദുർഗേ, അവൻ തുളസിയെ കാണാൻ പോയത് തന്നെയാ. ചോദിക്ക്. നിന്റെ മോനെ ഇങ്ങോട്ട് പിടിച്ച് 2 പെടപെടക്ക്. ചെല്ല് ചോദിക്ക്. ആദി, ആദി, ഇങ്ങ ഇറങ്ങി വന്നേ. എടാ, എന്താ? ഇറങ്ങി വരാൻ. എന്താമ്മേ? നീ എവിടെ പോയെന്നാ പറഞ്ഞേ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടില്. നിന്റെ ഫ്രണ്ടിന് എന്താടാ കുങ്കുമ കച്ചവടം ഉണ്ടോ? കുങ്കുമ കച്ചവടം? നീ എന്ന് മുതലാടാ എന്റെ അടുത്ത് കള്ളത്തരം പറയാൻ പഠിച്ചത്? ഹാ, കള്ളം പറയാൻ പഠിക്കുന്നതല്ലല്ലോ, പറയാൻ പഠിപ്പിക്കല്ലേ അവള്. ശരിയാക്കി തരാം. വായിച്ചു കളഞ്ഞു. ഈ ഉപദേശിക്കുന്നവരെ എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. അതുകൊണ്ട് ഞാൻ ഉപദേശിക്കാൻ വന്നതാണെന്ന് നീ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. 10 പൈസയുടെ മുടക്കില്ലാതെ ആർക്കും ആരോടും പറയാവുന്നതാ ഉപദേശം. പക്ഷേ അപ്പച്ചിക്ക് ആദിയോട് പറയാനുള്ളത് ഉപദേശങ്ങളല്ല, ചില കാര്യങ്ങളാ. ഇനി അതുകൂടി ഞാൻ കേൾക്കണം. ആ കേക്കണം, കേട്ടേ പറ്റൂ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരി. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം ആദ്യം കേൾക്കുമ്പോ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷേ അതനുസരിച്ച് ജീവിച്ച ഭാവിയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പച്ചിക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഒന്ന് പറഞ്ഞിട്ട് പോവോ? അയ്യോ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിന്റെ അമ്മ പറയുന്നതൊക്കെ കാര്യങ്ങളല്ലേ, സത്യങ്ങളല്ലേ? ദുർഗയെ പോലൊരു അമ്മയെ കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം. മുജ്ജന്മത്തിൽ പുണ്യം ചെയ്തൊരാത്മാവാ നിനക്ക് കിട്ടിയിട്ടുള്ളത്. അതാ ദുർഗ നിന്റെ അമ്മയാവാൻ വേണ്ടി ജനിച്ചത്. അപ്പോ അപ്പച്ചിക്ക് ആത്മാവിനെ കുറിച്ചൊക്കെ അറിയാല്ലേ? ആ, പിന്നെ എനിക്കറിയാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല. പുരാണമൊക്കെ ഞാൻ ഇങ്ങനെ അരച്ച് കലക്കി കുടിച്ചു വച്ചിരിക്കേ. പക്ഷേ മറ്റുള്ളവർക്കിട്ട് വേല വെക്കുന്നില്ല ഡോക്ടറേറ്റ്. നീ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞത്. ഓ, അത് അപ്പച്ചി പറയണ്ട. നീ മനസ്സിൽ പറയുന്നതൊക്കെ എന്താണെന്ന് എനിക്കറിയാം. ഞാനതൊക്കെ അങ്ങ് ക്ഷമിച്ചിരിക്കുക. ഞാൻ നിന്റെ അപ്പച്ചിയായി പോയില്ലേ. പിന്നെ ഈ കുടുംബത്തിലൊരു പ്രശ്നം വന്നാ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റൂ? ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. പ്രശ്നങ്ങൾ എല്ലാരും കൂടി ഉണ്ടാക്കുന്നതാ. അതിനിങ്ങനെ ദേഷ്യപ്പെടാതെ ആദി. അപ്പച്ചി പറയുന്നതേ ക്ഷമയോടൊന്ന് കേക്ക്. എനിക്ക് പറയാനുള്ളത് നിന്റെ അമ്മയെ പറ്റി തന്നെ. ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു സ്ത്രീ ഈ നാട്ടിലെങ്ങുമില്ല. മകനെന്ന് വെച്ചാ മരിക്കാൻ നടക്കുന്ന വേറൊരമ്മയെ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് വേണ്ടിയിട്ടാ അവള് ജീവിക്കുന്നത്, നിനക്ക് വേണ്ടിയിട്ടാ അവൾ ഉരുകുന്നത് വരെ. ഇത്രയ്ക്കങ്ങ് ഉരുകാനെന്താ? അമ്മ മെഴുകുതിരിയൊന്നുമല്ലല്ലോ, അമ്മ ഒരു മനുഷ്യ സ്ത്രീയല്ലേ. കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ കാഴ്ച അറിയില്ല. പെറ്റമ്മ ജീവിച്ചിരിക്കുമ്പോ അവളുടെ വില മക്കളും അറിയില്ല. അതെ, നിന്റെ നന്മയെ കരുതിയ ദുർഗ ഇതൊക്കെ പറയുന്നത്. നീ ദുർഗയെ അനുസരിക്കണം, അവള് പറയുന്നതെല്ലാം കേൾക്കണം. ആദി, ഇങ്ങോട്ട് നോക്ക. അവളുടെ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ, പ്രസാദ് പോലും ഇല്ല.
താനൊന്നും പറഞ്ഞില്ല. ഇല്ല, പറ്റില്ല. ഞാൻ വരില്ല. മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് വരേണ്ട കാര്യം എനിക്കില്ല. എടോ, ദേവി പ്രീതിക്കായി അവിടെ നെയ്വിളക്ക് തെളിയിച്ചേ പറ്റൂ. താനും കൂടെ വരണം. ഞാൻ വരില്ല. എന്നെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. എടോ, താൻ സമാധാനപൂർവ്വം ഒന്ന് കേക്ക്. ഈ വഴിപാട് കഴിച്ചാലേ കുട്ടികളുടെ ദോഷങ്ങൾ മാറൂ. തുളസിയുടെ ദോഷം മാറാനാണെങ്കിലേ അതിന് ദേവി പ്രസാദിച്ചിട്ട് കാര്യമില്ല. ഞാൻ പ്രസാദിക്കണം. ഞാനൊട്ട് പ്രസാദിക്കുകയില്ല. ദുർഗ, താനിങ്ങനെ കടുംപിടുത്തം പിടിക്കരുത്. എന്ത് കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയുണ്ട്. അതിന് താൻ തയ്യാറാവണം. അവളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഈ ദുർഗ തയ്യാറല്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാ. ഒരിക്കൽ കൂടി പറയേ, തുളസി നമ്മുടെ മകൻ ആദിത്യന്റെ ഭാര്യയാണ്. ആദിത്യന്റെ അമ്മയാണ് ഞാൻ. അവന്റെ ഭാര്യ ആരാവണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഞാനാ. അപ്പൊ അവരുടെ കല്യാണം തന്റെ കൺമുമ്പിൽ വെച്ചല്ലേ നടത്തിയത്? എന്താ നാടകമായിരുന്നോ? നാടകങ്ങൾ നടത്തിയത് നിങ്ങളെല്ലാരും കൂടി ചേർന്നല്ലേ? ആങ്ങളെയും പെങ്ങളും അളിയനും എല്ലാരും കൂടി ചേർന്ന്. ഞാൻ വെറും ദൃക്സാക്ഷി. ദുർഗ, ഇത് വലിയ പ്രശ്നമാണ്. എടോ, നമ്മുടെ മകന്റെ ജീവൻ വെച്ച താൻ ഈ കളിക്കുന്നത്. അതിന്റെ അനന്തരഫലം എന്താവുമെന്ന് താൻ ഒരു നിമിഷങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ടോ? എടോ, തനിക്ക് ആദ്യ ജീവനല്ലേ? അപ്പോ അവന്റെ സന്തോഷമല്ലേ താൻ നോക്കേണ്ടത്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വാശി പിടിച്ചാലും ആ തുളസിക്ക് ഈ വീട്ടിൽ കയറാനുള്ള അനുവാദം ഞാൻ കൊടുക്കില്ല. അപ്പൊ പിന്നെ ആദ്യം അവന്റെ ഭാര്യയും കൂടി ഏത് വീട്ടിൽ പോയി താമസിക്കും? ഇവിടെ അല്ലാതെ എവിടെ പോയി താമസിക്കുക? അവൾ എവിടെ താമസിച്ചാലും എനിക്കൊരു വിരോധവും ഇല്ല. എന്റെ മകൻ എന്റെ വീട്ടിൽ താമസിക്കും. തുളസിയെ മരുമകളായിട്ട് അംഗീകരിക്കാൻ താൻ തയ്യാറല്ലായിരുന്നെങ്കിൽ പിന്നെ താൻ എന്തിനീ കല്യാണത്തിന് സമ്മതം മൂളി? എന്തിനീ കല്യാണത്തിന് കൂട്ടുനിന്നു? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു താൻ തുളസിയെ ഇങ്ങോട്ട് സ്വീകരിക്കുമെന്നുള്ളത്. എന്റെ സംശയം പോലെ തന്നെ സംഭവിച്ചു. എവിടെ നിന്നോ വന്ന ഒരു ഫ്രോഡ് മന്ത്രവാദിയും അയാൾ കെട്ടിത്തൂക്കിയ ഒരു കുമ്പളങ്ങി. അത് ദൈവം കാണിച്ചു തന്നതാ. അയ്യോ, അവളെ ഈ വീട്ടിനകത്ത് കയറ്റിയാലുള്ള അപകടത്തെ കുറിച്ച്. ദൈവം കാണിച്ചു തന്നു. എടോ, താനും ആ മന്ത്രവാദിയും കൂടി ഒരുക്കിയ തന്ത്രം. ആന്റി, ചായ. ആന്റി, ആ നെയ്വിളക്ക് വഴിപാടിനെ കുറിച്ചാണോ ഇത്ര ആലോചിക്കുന്നത്? അത് നീ എങ്ങനെ അറിഞ്ഞു? ആ കാര്യം പ്രസാദങ്ങൾ ഇവിടെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഞാൻ പറഞ്ഞ മറുപടിയും നീ കേട്ടില്ലേ? കൊള്ളാതിരെ, നിനക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നോ?